ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പരസ്യമായിരിക്കും ഒന്നെങ്കിൽ സൊമാറ്റോ അല്ലെങ്കിൽ ഊബർ ഈറ്റ്സ് അല്ലെങ്കിൽ സ്വിഗ്ഗി, ഈ കമ്പനികളുടെയൊക്കെ പരസ്യങ്ങളായിരിക്കും. ഇതെന്താണെന്ന് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇതൊരു ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമാണ്. അറിയത്തില്ലാത്തവർക്ക് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഭക്ഷണം നമ്മുടെ വീട്ടിലെത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പനി എന്താണ്? ഇപ്പം സൊമാറ്റോ, ഊബർ ഈറ്റ്സ്, സ്വിഗ്ഗി, ഫുഡ് പാൻഡേ മുതലായ കമ്പനികൾ എന്താണ്? ഈ കമ്പനികളുടെ ബിസിനസ് പ്ലാൻ എന്താണ്? ഈ ബിസിനസ് പ്ലാൻ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും? ഈ കമ്പനികൾ കൊണ്ട് നമ്മുടെ ബിസിനസ് നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും? നമുക്കെങ്ങനെ ലാഭകരമാക്കാൻ പറ്റും നമ്മുടെ കച്ചവടം? അതേപോലെ ഈ കമ്പനികളിൽ നിന്ന് കസ്റ്റമേഴ്സായ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ വളരെ ലാഭത്തിൽ ഫുഡ് വാങ്ങി കഴിക്കാൻ സാധിക്കും? എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഫുഡ് വാങ്ങി ലാഭകരമായിട്ട് കഴിക്കാൻ സാധിക്കും മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്നേരം ഇതൊരിക്കലും ഒരു 8 അല്ലെങ്കിൽ 9 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. അന്നേരം ഇത് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളായിട്ടായിരിക്കും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അന്നേരം ഇന്ന് ഞാൻ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്പനി എങ്ങനെ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ബിസിനസ് മോഡലാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നൊരു കാര്യമാണ്. ജിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള മൊബൈൽ കമ്പനികളെല്ലാം നഷ്ടത്തിലായി. ഇതൊരു പുതിയൊരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിങ് മോഡലായ ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കടയിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും കുറഞ്ഞ വിലയ്ക്ക് അവർ സാധനം ഡെലിവറി ചെയ്യാൻ തുടങ്ങി. അന്നേരം തുടക്കത്തിൽ സാധനം വാങ്ങാത്തവരടക്കം ഇന്ന് മൊബൈൽ ഷോപ്പുകളിലൊക്കെ അതുകൊണ്ട് മൊബൈലിൻ്റെ സെല്ലിങ് വളരെ കുറഞ്ഞുപോയി. നമുക്കെല്ലാവർക്കും ഡയറക്റ്റ് അറിയാവുന്ന ഒരു കാര്യമാണ്. അന്നേരം ഇതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സുകൾ നമ്മൾ എങ്ങനെ മാറ്റണം? ഇപ്പം നമ്മുടെ ചെറിയ വില്ലേജിലാണെങ്കിൽ പോലും പുതുതായിട്ട് വരുന്ന ന്യൂ ജനറേഷൻ ടെക്നോളജി മുഖാന്തരം അല്ലെ സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്ക്, വാട്സപ്പ് മുതലായവ ഉപയോഗിച്ച് നമുക്കെങ്ങനെ ബിസിനസ് ചെയ്യാൻ സാധിക്കും? നമുക്കൊരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ ന്യൂ ജനറേഷൻ ടെക്നോളജി ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ മുതൽ മുടക്കിൽ എത്ര പ്രായമുള്ളവർക്കും നമ്മുടെ ബിസിനസ് നമുക്ക് തുടങ്ങാൻ സാധിക്കും. ഇതുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി, ഈ സീരീസ് ആയിട്ട് വരുന്ന വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇപ്പം ഇന്ന് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ സൊമാറ്റോ, സ്വിഗ്ഗി അല്ലെങ്കിൽ ഊബർ ഈറ്റ്സ് മുതലായ കമ്പനികൾ എന്താണ്, ഇവരുടെ ബിസിനസ് പ്ലാറ്റ്ഫോം എന്താണ് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. സോ എല്ലാവരെയും എൻ്റെ ചാനലായ ആൽഫ ദ ടെക് ബ്രോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ക്രിസ്റ്റി ജോയി. സൊമാറ്റോ എന്നത് നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ഡെലിവറി കമ്പനിയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ്, ഇതായത് സൊമാറ്റോ നമ്മൾ ചൂസ് ചെയ്തു, നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ്, ഇപ്പം നമ്മൾ കൊച്ചിനാണ് സ്ഥലം യൂസ് ചെയ്തേക്കുന്നത്. കൊച്ചിനിലെ നമുക്ക് കളക്ഷൻസ് ഓഫ് ഹോട്ടൽസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഹോട്ടൽസ് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ചൂസ് ചെയ്യുന്ന ഹോട്ടൽ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഹോട്ടൽസ് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന ആ ഫുഡ് നമ്മുടെ വീട്ടിൽ എത്തിച്ചേരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൊമാറ്റോ. സൊമാറ്റോ എന്ന് പറയുന്ന ഈ ഇന്ത്യൻ കമ്പനി ഇത് ഏകദേശം 4500 കോടി ആസ്തിയുള്ള ഒരു കമ്പനിയാണ്. അത്രയും ഫണ്ട് റേസ് ചെയ്തൊരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് ഡെലിവറി ബോയ്സ് ഉണ്ടാവും. നേരെ കൊച്ചി എന്ന് പറയുന്ന ടൗണിൽ ഏകദേശം 100 അല്ലെ 500 ഹോട്ടൽസ് സൊമാറ്റോയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സൊമാറ്റോ ത്രൂ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്യുമ്പം ആ കമ്പനി എന്താ കാണിക്കും, ഏത് ഹോട്ടലിലാണോ ഫുഡ് ഓർഡർ ചെയ്തേക്കുന്നത് ആ ഹോട്ടലിലോട്ട് ഈ ഓർഡർ പാസ് ചെയ്യും. അതോടൊപ്പം ഡെലിവറി ബോയ്ക്ക് ഓർഡർ പാസ് ചെയ്യും. നമ്മൾ ആ ഹോട്ടലിൽ ഫുഡ് ശരിയാക്കി കഴിയുമ്പോഴത്തേക്കും ഡെലിവറി ബോയ് വന്ന് ഈ ഫുഡ് എടുത്ത് അത് ആർക്കാണോ വേണ്ടത് ആ വ്യക്തിയുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കും. ഇതാണ് അവരുടെ ബിസിനസ് മോഡൽ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ ഹോട്ടലുകളുടെ പേര്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ അവരുടെ പ്രൊഡക്റ്റ് എന്താണ്, ഫുഡ് എന്താണെന്ന് മനസ്സിലാക്കും. ഈ കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ. ഇവർക്ക് സ്വന്തമായിട്ട് ഉള്ള ഹോട്ടലിൽ നല്ല ഇവർ മുഴുവൻ ഫുഡും ഇവർ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ സൊമാറ്റോയുടെ കാര്യം എടുത്താലും ഊബർ ഈറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഫസ്റ്റ് അവർ കടന്നു വന്ന് നമുക്കറിയാം ഊബർ ട്രാവൽ മേഖലയിലുള്ള ഓൺലൈൻ കമ്പനിയായിട്ടാണ് കടന്നു വന്നത്. അതൊരു ഓൺലൈൻ കമ്പനിയാണ്. അവരുടെ ഒരു സബ് ബ്രാൻഡാണ് ഊബർ ഈറ്റ്സ്. അത് ഏകദേശം 1,70,000 കോടി ആസ്തിയുള്ള ഒരു കമ്പനിയാണ്. അതേപോലെ സ്വിഗ്ഗി എന്ന് പറയുന്ന ഈ കമ്പനി ഇതും ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിലുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഫുഡ് പാൻഡ എന്ന് പറയുന്ന കമ്പനി
ഈ കമ്പനികളെല്ലാം ഒരുവിധം നല്ല രീതിയിൽ ഫണ്ട് റേസ് ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർ തുടക്കത്തിൽ നമുക്കെല്ലാവർക്കും ഇതേപോലെ ഓഫറുകൾ നൽകുന്നത്. ഇപ്പം ഊബർ ഈറ്റ്സ്, സ്വിഗ്ഗി പോലെ അല്ലെ സൊമാറ്റോ ഉള്ള കമ്പനി നമുക്ക് കാണുമ്പോൾ ആദ്യത്തെ 5 പർച്ചേസിന് നമ്മൾ ആ ആപ്ലിക്കേഷനിൽ നമ്മൾ രജിസ്റ്റർ ഈ ക്രിയേറ്റ് അക്കൗണ്ട്, നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നടത്തുന്ന 5 പർച്ചേസിന് ചില കമ്പനി 5, ചില കമ്പനി 2 50% ഓഫർ തരുന്നുണ്ട്. അതുപോലെ നമുക്ക് പലയിടത്തുനിന്നും നമുക്ക് ഡിസ്കൗണ്ട് കോഡുകൾ നമുക്ക് ലഭിക്കും. ആ കോഡുകൾ മുഖാന്തരം നമ്മൾ പർച്ചേസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മേന്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഓഫർ ലഭിക്കും. ഇതേപോലെ ഇവർ ഓഫർ തരുന്നത് എന്തിനാ? നമ്മളൊരു കസ്റ്റമറിനെ അതിൻ്റെ അകത്ത് പിടിച്ചു നിർത്താൻ. ഭാവിയിൽ നമ്മൾ ഈ സൊമാറ്റോയോ ഊബർ ഈറ്റ്സോ വിട്ട് വേറൊരു കമ്പനിയിൽ പോയി അല്ലെ ഡയറക്റ്റ് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതും കൊണ്ട് കസ്റ്റമറായ നമുക്കുള്ള മെച്ചം എന്താണ്? ജസ്റ്റ് അതും കൂടി നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. തുടക്കത്തിൽ അതിൻ്റെ ബേസിസ് മാത്രം നമുക്ക് ചെറിയ വിലയ്ക്ക് ഭക്ഷണം കിട്ടുന്നു. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫുഡ് കിട്ടുന്നു. നേരം നമുക്കിത് ഒരിക്കലും നഷ്ടമല്ല. ഇതെങ്ങനെ നമുക്ക് ലാഭകരമായിട്ട് കൂടുതൽ കൂപ്പൺസ് യൂസ് ചെയ്യാം, അല്ലാതെ തന്നെ നമുക്കിത് എങ്ങനെ ലാഭകരമായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാമെന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹോട്ടലുകളുടെ ലാഭം എന്താണ്? ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു കസ്റ്റമർ വന്നിട്ട് 500 രൂപയുടെ ഫുഡ് കഴിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ എടുക്കും. ഹോട്ടലുകളിൽ വന്നിട്ട് ആ വ്യക്തി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ അരമണിക്കൂർ സമയത്തിന് നമുക്ക് എന്തൊക്കെ സ്പെൻഡ് ചെയ്യണം? ആ വ്യക്തിക്ക് നമുക്ക് കറണ്ട് വേണം, AC വർക്ക് ചെയ്യാൻ, ഡെലിവറി ബോയ് ഫുഡ് എടുത്തു കൊടുക്കണം, അവൻ്റെ പ്ലേറ്റ് തിരിച്ചെടുത്തുകൊണ്ട് പോകണം, ആ പ്ലേറ്റ് കഴുകണം, വാഷ് ചെയ്യണം, അതിന് വെള്ളം വേണം, ഡിറ്റർജൻറ്റ് വേണം. അതുപോലെ ആ വരുന്ന വ്യക്തിക്ക് അരമണിക്കൂർ ഇരിക്കാൻ നമ്മൾ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ 1000 രൂപയുടെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു 200 രൂപ ഇതിനൊക്കെ ആയിരിക്കും നമ്മൾ മാറ്റി വെക്കുന്നത്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു, നമ്മളത് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവിടെ കൊണ്ട് കഴിഞ്ഞു. നേരം നമുക്കൊരു 800 രൂപയ്ക്ക് നമുക്ക് 1000 രൂപയുടെ ഒരു ഫുഡ് നമ്മുടെ എക്സ്പെൻസ് തീരും. അവർക്കൊരു 10% കമ്മീഷൻ കൊടുത്താൽ പോലും ഹോട്ടലുകാരന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലാഭമായിരിക്കും. ഈ കമ്പനിക്കാണ് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം. അതോടൊപ്പം നമുക്ക് വേറുള്ളൊരു മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നു. മീൻസ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കൂടുതൽ ഓർഡർ ലഭിക്കുന്നു. നമ്മൾ സ്വന്തമായിട്ടൊരു ഡെലിവറി ബോയ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള എക്സ്പെൻസ് എപ്പോഴും വളരെ കൂടുതലായിരിക്കും. നമുക്ക് ആ ഒരു 1-2 ഡെലിവറി ബോയെ വെച്ച് കഴിഞ്ഞാൽ ആ ഡെലിവറി ബോയ്ക്ക് പൂർണ്ണമായിട്ട് കിട്ടേണ്ട ഓർഡർ ചിലപ്പോൾ നമ്മുടെ ഹോട്ടലുകളിൽ ഒരിക്കലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഇതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ. അതുപോലെ ഇതിൻ്റെ അകത്ത് സാധാരണ കസ്റ്റമറിന് കുറേ ദോഷങ്ങളുണ്ട്, അതേപോലെ തന്നെ അവന് മെച്ചങ്ങളും ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ബേസിക് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കമ്പനികൾ എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഫുഡ് ഡെലിവറി കമ്പനിയാണ്. നമ്മൾ ഡെലിവറി ചെയ്യുന്നു, ആ ഫുഡ് അവർ നമുക്ക് കൊണ്ടുവന്ന് തരുന്നു. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം അതിൻ്റെ അകത്ത് ഗോൾഡ് ഇൻട്രൊഡ്യൂസിങ് സൊമാറ്റോ. ഇത് നമുക്ക് പല മെമ്പർഷിപ്പുകൾ എടുക്കാം. ഇങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡെലിവറി ചാർജ് പലപ്പം ഫ്രീ കിട്ടും, അതുപോലെ നമുക്ക് ഓഫർ കൂടുതൽ കിട്ടും. ഇതൊക്കെയാണ് ഈ ഒരു ബിസിനസ് പ്ലാന്. ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ഒരു ബിസിനസ് പ്ലാന് എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം, എനിക്ക് എൻ്റെ ഹോട്ടൽ എങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നിങ്ങൾക്കറിയാം ടൗണുകളിൽ കൊച്ചി, തിരുവനന്തപുരം അല്ലെ ബാംഗ്ലൂരൊക്കെ പോലുള്ള ടൗണുകളിലേ ഇതുള്ളൂ. നേരെ എൻ്റെ ഗ്രാമത്തിൽ എനിക്കെങ്ങനെ പുതിയ ന്യൂ ജനറേഷൻ രീതിയിൽ എനിക്ക് ബിസിനസ്സിനെ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് മെയിൻലി ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുതായിട്ട് തുടങ്ങുന്ന ഹോട്ടലുകൾക്ക് പെട്ടെന്ന് എക്സ്പ്ലോഷർ ലഭിക്കും, അവർക്ക് പെട്ടെന്ന് പബ്ലിസിറ്റി ലഭിക്കും അവരുടെ ഫുഡ് നല്ലതാണെങ്കിൽ. അന്നേരം ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ പണ്ടത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പത്രത്തിലൂടെ മാത്രം നടന്നുകൊണ്ടിരുന്നതാണ്. ഇന്ന് യൂട്യൂബ്, ഫേസ്ബുക്ക് മുഖാന്തരം നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ചെറിയ പൈസയ്ക്ക് നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ മാത്രം നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത് മുതലായ കാര്യങ്ങളാണ് എൻ്റെ വരുന്ന വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഫുഡ് കമ്പനികളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടെ ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലോ ഞാൻ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അതിനോട് ചേർന്നുള്ള ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഇപ്പോൾ ഈ സ്വിഗ്ഗി, സൊമാറ്റോ യൂസ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ടൗണുകളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഈസി ആയിട്ട് ഫുഡ് ചെയ്യാൻ സാധിക്കും. അന്നേരം അവർക്കൊക്കെ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എൻ്റെ ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോട് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ആ കാര്യങ്ങൾ ഞാൻ എൻ്റെ വരുന്ന വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.